മാഷേ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഡിജിറ്റൽ ഇടപാടുകൾ, പണമിടപാടുകൾ വളരെ കൂടിയിട്ടുണ്ട്, വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ ഗൂഗിൾ പേ, പേടിഎം തുടങ്ങിയ ഇത് ഉപയോഗിച്ച് പണം കൊടുക്കുകയും സാധനങ്ങൾ വാങ്ങുകയും ചെയ്യുന്നു, പണം കൈമാറ്റം ചെയ്യുന്നു, ഒക്കെ ചെയ്യുന്നു. ശമ്പളം വരുന്നത് ബാങ്കിലേക്ക്, അക്കൗണ്ടിലേക്ക് ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഗൂഗിൾ പേ വഴി കൈക്കൂലി കൊടുക്കാൻ പറ്റുമോ? മാഷിന് എന്താ അഭിപ്രായം? നമ്മുടെ വീരന്മാർ, ഈ കൈക്കൂലി വീരന്മാർ അത് സമർത്ഥമായി പിടിക്കപ്പെടാതെ കൊടുക്കാനുള്ള വഴികൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും ഗൂഗിൾ പേയിലൂടെ അത് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷെ അടുത്ത കാലത്ത് ഒരു കേസ് എനിക്ക് തോന്നുന്നു, അത് നേരത്തെ വല്ല സംഭവങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ടോയെന്ന് എനിക്ക്, നേരത്തെ പിടിച്ച വല്ല കേസുകളുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇപ്പോൾ ഒരു സമാധാനമുണ്ട്, അത് പിടിക്കാൻ വകുപ്പുണ്ട്. അതാണ് ഇപ്പോൾ ഈ അതായത് മാഷ് പറയുന്നത്, മുമ്പ് നമ്മളിങ്ങനെ ചെയ്താൽ അതിനെ പിടിക്കാനുള്ള, പിടിച്ചാലും അത് കോടതിയിലെത്തിയാൽ തെളിയിക്കപ്പെടാനുള്ള എവിഡൻസ് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഉള്ളത് നമ്മളിപ്പോൾ തെളിവായി അംഗീകരിച്ചിരുന്നില്ല. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു ഭേദഗതി ഈ ഡിജിറ്റൽ റെക്കോർഡ്സ് തെളിവായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഏജൻസികൾക്ക് മനസ്സ് വെച്ചാൽ, ഒരു പക്ഷേ പണ്ട് നമ്മൾ ഈ പൊടി വിതറിയിട്ട് നോട്ട് കറൻസി കൊടുത്ത് കഷ്ടപ്പെട്ട് നാടകം കളിച്ച് ഒക്കെ കൈക്കൂലിക്കാരെ പിടിക്കുന്നതിനേക്കാൾ ഒരു കാര്യം ഉറപ്പാണ്, പുതിയ കാലത്ത് കൈക്കൂലി കൊടുക്കുന്നുണ്ട്. പണ്ടത്തേതിനേക്കാളും വ്യാപകമായി നടക്കുന്നുണ്ട്, പണ്ടത്തേതിനേക്കാളും കൂടിയ അളവിൽ നടക്കുന്നുണ്ട്. പക്ഷേ അത് വാങ്ങുന്നതൊക്കെ തന്നെ പുതിയ രീതിയിലായിരിക്കും. തീർച്ചയായിട്ടും അത് നോട്ടുകൾ കൊടുക്കുന്നതായിരിക്കില്ല. അല്ലെങ്കിൽ തന്നെ ഒരു ക്യാഷ്ലെസ് വേൾഡ് വന്നു, ക്രിപ്റ്റോ കറൻസി വന്നു. പുതിയൊരു കാലത്ത് തീർച്ചയായിട്ടും ഡിജിറ്റലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതങ്ങനെ വരുമ്പോൾ ഡിജിറ്റലായിട്ടുള്ള ഏതൊരു ക്യാഷ് ട്രാൻസാക്ഷനും ലീഗലാണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം എന്ന് മാത്രമല്ല, അത്തരം രേഖകൾ തെളിവായി സ്വീകരിക്കാൻ കോടതിയും ഭരണകൂടവും അത് നിയമനിർമ്മാണം ഉണ്ടായാൽ മതി. ഇപ്പോൾ പിടിച്ചു തുടങ്ങി എന്നാണ് ഇപ്പോൾ ഇന്നലെ കണ്ടൊരു ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഒരു വളരെ രസകരമായൊരു വാർത്തയാണ് അത്. ഇടുക്കിയിൽ DMO ആയിരുന്ന ഒരു ഡോക്ടർ L. മനോജ്, അദ്ദേഹമാണ് റിസോർട്ട് ഉടമയിൽ നിന്ന് 75,000 രൂപ കൈക്കൂലി വാങ്ങിയത്. ഇത് വാങ്ങിയത് വളരെ രസകരമാണ്. പുള്ളി ക്യാഷായിട്ട് നേരിട്ട് വാങ്ങുകയല്ല ചെയ്തത്, പണമായിട്ട് വാങ്ങുകയല്ല ചെയ്തത്. തൻ്റെ സുഹൃത്തായ മറ്റൊരു ഡോക്ടറുടെ ഡ്രൈവറുടെ പേരിലേക്ക് ഈ തുക ഗൂഗിൾ പേ വഴി കൈമാറണം എന്നാണ് റിസോർട്ട് ഉടമയോട് ആവശ്യപ്പെട്ടത്. അത് അയാൾ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ഡ്രൈവർ DMO ഇടുക്കിയിലാണ്, ഡ്രൈവർ കോട്ടയത്തായിരുന്നു. അപ്പോൾ ഇത് വിജിലൻസാണ് ഇത് പിടിച്ചത് കേട്ടോ, നമ്മുടെ കേരളത്തിലെ വിജിലൻസാണ് ഇത് സമർത്ഥമായിട്ട് പിടിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എങ്ങനെയോ വിവരം ചോർന്ന് കിട്ടിയിരിക്കും. ചിലപ്പോൾ ഈ റിസോർട്ട് ഉടമ തന്നെ കൊടുത്തിരിക്കും വിവരങ്ങൾ. ഈ ഡ്രൈവറുടെ തൊട്ടരികിൽ ഇടുക്കിയിൽ DMOയുടെ ഓഫീസിലും വിജിലൻസ് ഉണ്ടായിരുന്നു ഇത് കൈമാറുന്ന സമയത്ത്. ഈ ബിരുദൻ സമർത്ഥമായിട്ട് ഞാൻ എല്ലാവരെയും പറ്റിച്ച് എന്നുള്ള ഭാവേന വളരെ തന്ത്രപരമായിട്ട് ഈ പണം വാങ്ങാൻ, തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഈ തൊട്ടടുത്ത് തന്നെ വിജിലൻസിൻ്റെ ആൾക്കാർ, ഈ രണ്ടുപേരുടെ, ഈ ഡ്രൈവറിൻ്റെ അടുക്കലും ഉണ്ടായിരുന്നു, ഈ പറഞ്ഞ ആളിൻ്റെ അടുക്കലും ഈ DMOയുടെ ഓഫീസിലും വിജിലൻസ് ഉണ്ടായിരുന്നു. പണം കൈമാറിയതിൻ്റെ സ്ക്രീൻഷോട്ട് പരാതിക്കാരൻ അയച്ചപ്പോൾ അത് DMOയുടെ ഫോണിൽ വരുമല്ലോ, ആ ഫോൺ ആ സമയത്ത് വിജിലൻസിൻ്റെ കയ്യിലായിരുന്നു. എങ്ങനെയുണ്ട്? പെട്ടില്ലേ? ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ മാഷ് പറഞ്ഞതുപോലെ ഈ ഡിജിറ്റൽ തെളിവുകൾ കോടതി അങ്ങനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചിരുന്നില്ല. അതിന് മറ്റ് തെളിവുകളുടെ കൂടി പിൻബലം വേണം. അതിലൊരു സപ്ലിമെൻ്ററി എവിഡൻസ് പോലെ ഇങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോൺ ലൊക്കേഷൻ അങ്ങനെയാണല്ലോ, മാഷ് ഇപ്പോൾ എവിടെ ഉണ്ടായിരുന്നു എന്നറിയാൻ ലൊക്കേഷൻ ടവർ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ എറണാകുളത്ത് കലൂർ ഒരു ടവർ ഉണ്ടെങ്കിൽ, കലൂരിലൊരു ടവർ ഉണ്ടെങ്കിൽ ആ ടവറിൻ്റെ പരിധിയിലാണ് മാഷിപ്പോൾ ഇരിക്കുന്നത്, ഞാനിപ്പോൾ ഇരിക്കുന്നത് അങ്ങനെയാണ്. ഇത് ടവർ ലൊക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം, ടവർ ലൊക്കേഷൻ നമുക്ക് ആഡ് ചെയ്യാം തെളിവുകളുടെ കൂട്ടത്തിൽ, ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന്. അത് മുമ്പത് അത് മാത്രം പോരാ. ഇപ്പം കോടതി, നമ്മുടെ അമിത്ഷാ പുതിയ നിയമം കൊണ്ടുവന്നല്ലോ, IPCയും CRPCയൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ സാക്ഷി അധിനിയം എന്നൊക്കെ പറഞ്ഞ് നിയമങ്ങൾ പൊളിച്ചെഴുതി. ഉണ്ടായിരുന്ന നിയമങ്ങളെ മുഴുവനും ഇങ്ങോട്ട് ചേർത്ത് കൂടെ ചില കാര്യങ്ങളും കൂടെ ചേർത്തുകൊണ്ട് പുതിയ നിയമം ആവിഷ്കരിച്ചു. അത് പാർലമെൻറ്റിലൊക്കെ പാസ്സാകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കോടതിയിൽ ഈ കേസ് ബലക്കും.
ഈ ഡിജിറ്റൽ തെളിവ് മതി ഇവനെ പൂട്ടാൻ. ഇനി വരുന്നു. അത് മാത്രമല്ല, ഈ സ്ക്രീൻഷോട്ട് അയച്ചല്ലോ, നമ്മളെല്ലാവരും പൈസ അയച്ചു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത ആളിന് വാട്സാപ്പ് ചെയ്യും. ഇതുപോലെ ആശാൻ വാട്സാപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഫോൺ വിജിലൻസിൻ്റെ കയ്യിലായിരുന്നു. കിട്ടി, തെളിവ് കിട്ടി. ഇനി ഈ കോട്ടയത്തുള്ള പിന്നെ അതിൻ്റെ തൊട്ട് പുറകെ ഈ കോട്ടയത്തെ ഒരു ഡോക്ടർ, കോട്ടയത്തെ ഡോക്ടറുടെ ഡ്രൈവറിൻ്റെ കയ്യിലാണ് ഈ പണം കൊടുക്കാൻ പറഞ്ഞത്, ഈ ഗൂഗിൾ പേ വഴി കൈമാറാൻ പറഞ്ഞത്. അപ്പോൾ ആ ഡോക്ടറുടെ വിളിയും ഈ ഫോണിലേക്ക് വന്നു. അവരതും റെക്കോർഡ് ചെയ്തു. ഈ ചുരുക്കി പറഞ്ഞാൽ DMOയെ കൊടുക്കാൻ കൃത്യമായ തെളിവുകൾ ഇവരുടെ കൈവശം ഉണ്ട്, ലഭിച്ചു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം. ഈ പുതിയ ക്രിമിനൽ നിയമത്തിൽ ഇതിനുള്ള ഭേദഗതിയെല്ലാം ഈ കേന്ദ്ര സർക്കാർ വരുത്തിയിരുന്നു. അപ്പം സത്യത്തിൽ ഇത് അമിത്ഷായോടാണ് നന്ദി പറയേണ്ടത്. കാരണം ആശാനാണല്ലോ ഇത് ആവിഷ്കരിച്ച് നേതൃത്വം കൊടുത്തത് പുള്ളിയാണല്ലോ. മൂപ്പരുടെ നേതൃത്വത്തിലാണ് ഇത് നടന്നത്. അപ്പോൾ അവർ പറയുന്നത് ഭാരതീയ സാക്ഷ്യ അധിനിയം പുതിയ അതിൽ BSA, അതാണ് അതിൻ്റെ ചുരുക്കപ്പേര്, വകുപ്പ് 68 പ്രകാരം ഡിജിറ്റൽ രേഖകളെല്ലാം കോടതിക്ക് തെളിവായിട്ട് സ്വീകരിക്കാം. ഒരു പ്രശ്നവുമില്ല അതിനകത്ത്. സ്ക്രീൻഷോട്ടും കോൾ റെക്കോർഡും അടക്കം തെളിവാണ്. അപ്പോൾ ഇത് വലിയ പാരയായി മാറി എന്നുള്ളതാണ്. ഇത് കോടതിയിൽ തെളിയിക്കാനും എളുപ്പമാണ്. ആ നിയമത്തിൻ്റെ സവിശേഷത ഈ നിയമ വിദഗ്ധർ പറയുന്ന അഭിപ്രായം കൂടെ ഞാൻ പറയാം. സാധാരണ നമ്മൾ പണ്ട് ഫിനോഫ്തലിൻ പൗഡർ വിതറിയിട്ട് ആ നോട്ടിൻ്റെ സീരിയൽ നമ്പറൊക്കെ എഴുതി വെച്ചിട്ടാണല്ലോ കൊടുക്കുന്നത്. ഈ ആളുടെ പരാതിക്കാരൻ്റെ കൊടുക്കും, അവിടെ ചെല്ലും, ഇത് കൊടുക്കും. ഇപ്പം അതൊക്കെ പോയി. ഇപ്പോൾ അവർ പറയണത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഒരു 25,000 രൂപ വേണം, പിന്നെ കൈക്കൂലി ആയിട്ട് ചോദിക്കുകയാണ്, 25,000 രൂപ വേണം, അത് പണമായിട്ട് വേണ്ട, ഇന്ന ആൾ എൻ്റെ ഒരു ഡ്രൈവറാണ്, അയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് അടയ്ക്കണം ഇപ്പം, അപ്പം നീ അത് ആ പൈസ 25,000 രൂപ അതങ്ങ് അയാളുടെ ഹെൽത്ത് ഇൻഷുറൻസ് അടച്ചു കൊടുത്താൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മാഷേ? ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ടവൻ, അവൻ എന്നോട് കടം ചോദിച്ചു, ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് അടച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു നിൽക്കാൻ വകുപ്പായില്ലേ? കോടതി എന്ത് പറയും? കോടതി ചുരുട്ടിക്കൂട്ടി കേസെടുത്ത് വിജിലൻസിൻ്റെ മുഖത്തോട്ട് എറിയും, താൻ എൻ്റെ പാട്ടിന് പോടോയെന്ന് പറയും. ഇപ്പോൾ അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് ഈ ഡിജിറ്റൽ തെളിവുകളെല്ലാം അവിടെ സംസാരിക്കും. കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾ സംസാരിക്കുന്ന ജീവനുള്ള തെളിവുകളായി മാറിയിരിക്കുകയാണ്. അത് അവർ പറയുന്നത് ഈ പരമ്പരാഗത കൈക്കൂലി രീതിയൊക്കെ ഇപ്പം മാറി. പിന്നെ ഇത് ഈ ഡിജിറ്റൽ മാർഗം തിരഞ്ഞെടുത്ത് എല്ലാവരും ഇങ്ങനെ ഡ്രൈവർ, വീട്ടിലെ ജോലിക്കാരൻ അവരുടെയൊക്കെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറയും. ഇത് ഇപ്പോൾ ഇവർ സംസാരിക്കുന്ന സംഭാഷണം അടക്കം, മറ്റത് ഇപ്പോൾ കൈക്കൂലി ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥൻ പറയണം നീ എൻ്റെ ഡ്രൈവർക്ക് 25,000 രൂപ കൊടുത്തേരെ എന്ന് പറയുന്നത് ഒരു തെളിവായിട്ട് കോടതിക്ക് സ്വീകരിക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ അതല്ല. ആ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്താൽ അത് തെളിവാണ്. അതാണ് ഞാൻ പറയുന്നത്, ജീവിക്കുന്ന തെളിവായി മാറിയിരിക്കുകയാണ്. ഇത് സുപ്രീം കോടതി തന്നെ എന്താ പറയണ്ടേ, ഇത് വളരെ വലിയ രീതിയിൽ അതിനെ അഭിനന്ദിക്കുകയും ശ്ലാഘിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ബട്ടൺ ക്യാമറ ഉപയോഗിക്കാം. നമ്മൾ ബട്ടണിൽ ക്യാമറ വെച്ച് സംസാരിച്ച് അപ്പോൾ ആവശ്യപ്പെടുന്നു, തെളിവ് കൈക്കൂലി ആവശ്യപ്പെടുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് കൊണ്ടുവന്ന് കൊടുത്താൽ അതും തെളിവാണിപ്പോൾ. പക്ഷേ അതിനൊക്കെ സപ്ലിമെൻ്ററി എവിഡൻസ് ഇത് നമ്മൾ തെളിയിക്കണം. ഇത് വെറുതെ ഒരു എന്തെങ്കിലും ഒന്ന് ചിത്രീകരിച്ച് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല. അതിന് ഉപോത്ബലകമായ മറ്റു കാര്യങ്ങളും ഒക്കെ വേണം. ഇതാണ് നിയമവിദഗ്ധർ ഇതിനെക്കുറിച്ച് ഇപ്പം നമുക്ക് നൽകുന്ന വിവരം. ചുരുക്കത്തിൽ പക്ഷേ ഈ നമ്മൾ IPCയും CRPSയും ഒക്കെ പൊളിച്ചെഴുതിയപ്പം ഇവിടെ വലിയ കോലാഹലങ്ങളൊക്കെ ഉണ്ടായി. പ്രതിപക്ഷമൊക്കെ പറഞ്ഞു ഇത് പിന്നെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണ്, രാജ്യത്തെ മാറ്റിമറിക്കുകയാണ്, വലിയ തോതിൽ ഏകാധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ പുകിലായിരുന്നു. പക്ഷേ ഞാൻ ഇവരുടെ പോലീസിൻ്റെ ഒരു ക്ലാസ്സിന് ഞാൻ പോയിരുന്നു. നമ്മൾ പത്രക്കാർക്ക് ക്ലാസ് എടുക്കും അവർ സാധാരണ ഈ പുതിയ ഇതൊക്കെ വരും. കാരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകിച്ചും ഈ വൈകിട്ട് ഡെസ്കിലിരിക്കുന്നവർക്കാണ് ഈ കുരിശ് കൂടുതലും വരുന്നത്. രാത്രി അവരാണ് പോലീസ് സ്റ്റേഷനുകളിലെല്ലാം വിളിച്ച് വാർത്ത ഇന്ന് എന്തൊക്കെയുണ്ട്, വല്ല ഇത് നടന്നിട്ടുണ്ടോ, ഈ ചെറിയ ചെറിയ റോബറിയും കാര്യങ്ങളും ഒക്കെ വാർത്ത വരുന്ന അങ്ങനെയാണ്. അപ്പോൾ ഇത് ചാനലുകളും പത്രങ്ങളും എല്ലാം വൈകിട്ടാണ് ഈ വാർത്തകൾ കൂടുതൽ ശേഖരിക്കുന്നത്. കാരണം ഇവർക്കും എല്ലാം എഴുതിയൊക്കെ ഒരു പകലൊക്കെ പുറത്ത് പോലീസുകാരും പുറത്തായിരിക്കുമല്ലോ, വൈകിട്ടാണ് ഇവരിതെല്ലാം എഴുതി റെഡിയാക്കി ഈ പറയുന്ന കണക്ക് ഇതിനെ പിന്നെ മറ്റ് റിപ്പോർട്ടുകളാക്കി കോടതി കൊടുക്കേണ്ട സംവിധാനത്തിലേക്ക് മാറ്റുന്നത്. അപ്പോൾ നമ്മളിത് വിളിച്ച് ചോദിച്ച് എഴുതിയെടുത്തൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ഇവർ ട്രെയിനിങ്ങിന് വിളിക്കും, ഇടയ്ക്കിടയ്ക്ക് ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ ഇത്
ഈ മാറ്റം വന്നപ്പോൾ ഭാരതീയ ന്യായ സംഹിത കൊണ്ടുവന്നപ്പോഴും അവർ നമ്മളെ ട്രെയിനിങ്ങിന് വിളിച്ചു. അന്ന് ട്രെയിനിങ്ങിന് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇത് വലിയ പണിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂട്ടാനുള്ള എല്ലാ താക്കോലുകളും അമിത്ഷാ പോലീസിന് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായും. അപ്പോൾ നമ്മുടെ കുറ്റമറ്റ നിയമ സംവിധാനത്തിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം. എന്തായാലും ഈ ഇടുക്കിയിലെ DMO കൃത്യമായിട്ട് കുടുങ്ങി. ഇനി വീണ ജോർജിനോട്, ആരോഗ്യമന്ത്രിയോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഡോക്ടറെ എപ്പോൾ സസ്പെൻഡ് ചെയ്യും, എപ്പോൾ പിരിച്ചുവിടും എന്നുള്ള ചോദ്യമാണ് പൊതുജനത്തിന് ചോദിക്കാനുള്ളത്. എന്തായാലും വളരെ കൃത്യമായിട്ട് നിയമം അതിൻ്റെ വഴിക്ക് മുന്നോട്ട് പോകട്ടെ. ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടത് പാലിച്ച് അന്വേഷിച്ച് തെളിവുകൾ സഹിതം കോടതിയിൽ കൊടുക്കട്ടെ. പുതിയ കാൽവയ്പ് ഇന്ത്യൻ ജുഡീഷ്യറിക്ക് വലിയ മുതൽക്കൂട്ടാകുമെന്ന് തീർച്ചയാണ്. പുതിയ കാലത്തിന് ചേർന്ന മട്ടിൽ നമ്മുടെ കുറ്റാന്വേഷണവും വളരുന്നു എന്ന് കാണുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്.